ഇനി നമുക്ക് 101 മുതലാണ് അല്ലേ? സൂറത്തു നഹൽ കണ്ടില്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وإذا بدلنا آية مكان آية والله أعلم بما ينزل. قالوا إنما أنت مفتر بل أكثرهم لا يعلمون. قل نزله روح القدس من ربك بالحق ليثبت الذين آمنوا وهدى وبشرى للمسلمين. ولقد نعلم أنهم يقولون إنما يعلمه بشر لسان الذي يلحدون إليه أعجمي أعجمي وهذا لسان عربي مبين. إن الذين لا يؤمنون بآيات الله لا يهديهم الله ولهم عذاب أليم. إنما يفتري الكذب الذين لا يؤمنون بآيات الله وأولئك هم الكاذبون. من كفر بالله من بعد إيمانه إلا من أكره وقلبه مطمئن بالإيمان ولكن من شرح بالكفر صدرا فعليهم غضب من الله ولهم عذاب عظيم. ذلك بأنه مستحب الحياة الدنيا على الآخرة وأن الله لا يهدي القوم الكافرين. أولئك الذين طبع الله على قلوبهم وسمعهم وأبصارهم وأولئك هم الغافلون. لا جرم أنهم في الآخرة هم الخاسرون. ثم إن ربك للذين هاجروا من بعد ما فتنوا
ثم جاهدوا وصبروا إن ربك من بعدها لغفور رحيم. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും അവസാനം സൂചിപ്പിച്ച കാര്യം, ഒന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള മര്യാദയായിരുന്നു. ഫൈദാ ഖറഅ്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് പ്രത്യേകം കാവൽ തേടിക്കൊണ്ടാവണം എന്ന് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം ഈമാൻ അതിൻ്റെ ശരിയായ നിലയിൽ ഉൾക്കൊണ്ട സത്യവിശ്വാസികളുടെ മേൽ പിശാചിന് സ്വാധീനം ചെലുത്താൻ സാധ്യമല്ല. കാരണം അവർ സത്യവിശ്വാസികൾ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നവരാണ് എന്ന് പ്രത്യേകം അള്ളാഹു ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഇനി അതിനെ തുടർന്ന് തന്നെ മക്കയിലെ മുശ്രിക്കുകളും അതുപോലെ അഹ്ലു കിതാബ് എന്നറിയപ്പെടുന്ന വേദക്കാരുമൊക്കെ വിശുദ്ധ ഖുർആനിനെതിരിൽ ദുരാരോപണങ്ങൾ ധാരാളമായി പ്രചരിപ്പിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ മറ്റുള്ളവർ കേൾക്കുന്നത് തടുക്കാൻ വരെ അവർ അതിനെതിരിലുള്ള വിവിധങ്ങളായ പരിശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ പറഞ്ഞിരുന്നൊരു കാര്യം ഇവിടെ അള്ളാഹു 101-ാമത്തെ ആയത്ത് മുതൽ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാണ്. വഇദാ ബദ്ദൽനാ ആയത്തം മക്കാന ആയത്തിൻ. വഇദാ ബദ്ദൽനാ, ബദ്ദല എന്ന് പറഞ്ഞാൽ മാറ്റിമറിച്ചു, തിരുത്തി അല്ലെങ്കിൽ ഭേദഗതി വരുത്തി എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബദലാക്കി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ബദൽ, പകരം. വഇദാ ബദ്ദൽനാ, അള്ളാഹു പറയുന്നു, നാം മാറ്റിയാൽ ആയത്തൻ, ഒരു ആയത്തിനെ, ഒരു വചനത്തെ, മക്കാന ആയത്തിൻ, മറ്റൊരായത്തിന് പകരം അല്ലെങ്കിൽ മറ്റൊരായത്തിൻ്റെ സ്ഥാനത്ത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വല്ലാഹു അഅലമു ബിമാ യുനസ്സിൽ. അള്ളാഹു അഅലം, അവനാണ് ഏറ്റവും അറിയുന്നവൻ, ബിമാ യുനസ്സിലു, അവൻ അവതരിപ്പിച്ചതിനെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വചനങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ളവനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ അള്ളാഹു ആ അറിവിൻ്റെ ഭാഗമായി ചിലപ്പോൾ ചില ആയത്തുകൾ മാറ്റാം. അങ്ങനെ മാറ്റിയാൽ ഖാലു, ആ സത്യനിഷേധികൾ പറയും, ഇന്നമാ അൻത മുഫ്തർ, തീർച്ചയായും നീ കച്ചവ് കെട്ടിപ്പറയുകയാണ്, കളവ് കെട്ടിച്ചമക്കുകയാണ് ചെയ്യുന്നത് എന്ന് മുഹമ്മദ് നബിയെക്കുറിച്ച് അവർ പറഞ്ഞിരുന്നു എന്നാണ്. ഈ ആയത്തിൻ്റെ സമാനമായ ഒരായത്താണ് സൂറത്തുൽ ബഖറയിലെ 106-ാമത്തെ വചനം. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ. നാം ഒരായത്തിനെ ദുർബലപ്പെടുത്തുകയോ ഔ നുൻസിഹ, അല്ലെങ്കിൽ അതിനെ ഒരായത്തിനെ മറപ്പിക്കുകയോ ചെയ്താൽ നഅ്തി ബിഖൈരിൻ മിൻഹ, അതിനേക്കാളും ഉത്തമമായത് നാം കൊണ്ടുവരും. ഔ മിസ്ലിഹ, അല്ലെങ്കിൽ തത്തുല്യമായത് നാം കൊണ്ടുവരും. അലം തഅലം, നീ മനസ്സിലാക്കുന്നില്ലേ, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ആ അള്ളാഹുവിൻ്റെ കലാം എപ്പോൾ എങ്ങനെ അവതരിപ്പിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ അറിവുള്ളവൻ അള്ളാഹു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ ഒരായത്ത് അവതരിച്ചു കഴിഞ്ഞാൽ ആ ആയത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട ഒരു ഹുക്കും
ഒരു വിധി, ഒരു പക്ഷേ അതിനേക്കാളും മനുഷ്യർക്ക് ഗുണകരമായ മറ്റു വിധികൾ അടങ്ങിയ ആയത്തുകൾ, ഈ ആയത്തുകളെ മാറ്റം വരുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. തഫ്സീറിൽ കാണാം, ഇവിടെ ആയത്ത് മറ്റൊരായത്ത് കൊണ്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ തഗ്യീറു ഹുക്മിഹാ ബി ഹുക്മിൻ ആഖർ, ഒരു ഹുക്കുമ് മാറ്റി മറ്റൊരു ഹുക്കുമ് കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ രണ്ടാമത് കൊണ്ടുവന്ന വിധിയിലായിരിക്കും മനുഷ്യർക്ക് കൂടുതൽ നന്മയുള്ളത്, അല്ലെങ്കിൽ മനുഷ്യരുടെ സൗകര്യം പരിഗണിച്ചായിരിക്കും അത്, അല്ലെങ്കിൽ അതിലൊരു ലഘൂകരണം, ആദ്യം കൊണ്ടുവന്നൊരു നിയമത്തേക്കാൾ ആളുകൾക്ക് ചെയ്യാൻ എളുപ്പം ഒരു ലഘൂകരണം അതിലുണ്ടാകാം. അതുപോലെ ആദ്യത്തെ ഹുക്കുമിനേക്കാളും പ്രായോഗികത കൂടുതലുള്ളത് പിന്നീട് കൊണ്ടുവന്നതിലാകാം. അതുപോലെ ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് പുണ്യം, പ്രതിഫലം ഈ രണ്ടാമത് കൊണ്ടുവന്നതിലാകാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ നന്മ കാംക്ഷിച്ചുകൊണ്ട് തന്നെ വചനങ്ങൾക്ക് മാറ്റം വരുത്താം, അല്ലെങ്കിൽ ഇറക്കിയൊരു വചനത്തെ ദുർബലപ്പെടുത്താം. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിച്ചാൽ, ഇപ്പോൾ ഖിബ്ല മാറ്റം എടുത്തു നോക്കിയാൽ ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു തിരിഞ്ഞിരുന്നത്. ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു മുസ്ലിമീങ്ങളുടെ ഖിബ്ല. പിന്നീട് അത് വിശുദ്ധ കഅബാലയത്തിലേക്ക് മാറ്റി. അതിപ്പോൾ ഈ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ ഒരു മാറ്റം വരുത്തലാണ്. ഇതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് മകനെ അറുക്കണം എന്ന കൽപ്പന അള്ളാഹു കൊടുത്തത് തന്നെയാണ്. പക്ഷേ മകനെ അറുക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും ആയി കഴിഞ്ഞപ്പോൾ അള്ളാഹു ആ നിയമത്തെ മാറ്റി. ഇതാ നിനക്കൊരു ആടിനെ ഞാൻ ഇറക്കിത്തരുന്നു, ആടിനറുത്താൽ മതി. ആദ്യം മകനറുക്കാൻ കൽപ്പന വന്നു, പിന്നെ ആടിനറുക്കാനാണ് കൽപ്പന വന്നത്. ഇതുപോലെ തന്നെ ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്തിൽ മാതാപിതാക്കൾക്ക് വസിയ്യത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം മാതാപിതാക്കൾക്ക് നേർക്ക് ഒരാളുടെ സ്വത്തിൽ നിശ്ചിത ഓഹരി 6-1 അല്ലെങ്കിൽ 8-1 എങ്ങനെയുള്ള ഓഹരി ആദ്യം ഇല്ലായിരുന്നു. എന്നാൽ മാതാപിതാക്കൾക്ക് വസിയ്യത്ത് ചെയ്യണമെന്ന കൽപ്പന അത് വിശുദ്ധ ഖുർആനിൽ വന്നതാണ്. പിന്നീടാണ് ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ, ആണിൻ്റെ ഇരട്ടി പെണ്ണിൻ്റെ ഇരട്ടി ആണിന് എന്ന നിയമം കൊണ്ടുവരികയും മാതാപിതാക്കൾക്ക് കൃത്യമായ ഓഹരി വെച്ച് മീറാത്ത് നിയമം നടപ്പിലാക്കിയത്. അപ്പോൾ ആദ്യം കൊണ്ടുവന്ന നിയമത്തെക്കാളും പിന്നെ എളുപ്പമായ സൗകര്യപ്രദമായ നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നു. ഇതുപോലെ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ 1 കൊല്ലം ഇദ്ദ ആചരിക്കണം എന്ന നിയമം ആദ്യമുണ്ടായിരുന്നു. അത് പിന്നെ 4 മാസവും 10 ദിവസവുമായി ചുരുക്കി. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സൂറത്ത് ബഖറയിലെ 106-ാമത്തെ ആയത്തിൽ പറഞ്ഞ പോലെ ഒരായത്തിനെ ഒരു പക്ഷെ ദുർബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരായത്തിലൂടെ പഠിപ്പിച്ച ഒരു നിയമത്തെ മറപ്പിച്ചു കളയുകയോ ചെയ്ത് നഅ്തി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ, ആദ്യം പറഞ്ഞ ഹുക്കുമ അടങ്ങിയ ആയത്തുകളെക്കാളും ഉത്തമമായത് കൊണ്ടുവരും, അല്ലെങ്കിൽ തത്തുല്യമായത് കൊണ്ടുവരും. അതിനൊക്കെ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് മക്കയിലെ മുശ്രിക്കുകളൊരു ആയുധമാക്കി റസൂലുള്ളാഹിക്കെതിരിൽ മുഹമ്മദ് നബി ഇങ്ങനെ തോന്നിയത് വിളിച്ചു പറയാണ്. ഇന്നൊരായത്ത് പറയും, നാളെ മറ്റൊന്ന് പറയും എന്നൊരാരോപണമായി ഉപയോഗിക്കാൻ അവർ ഇതിനെ ഉപയോഗപ്പെടുത്തി. അതുപോലെ വേദക്കാരും യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാല വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമം കൊണ്ടുവന്ന് ആ നിയമത്തെ പിന്നീട് ദുർബലപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലിയർക്ക് പിന്നെ 2 സഹോദരിമാരെ ഒന്നിച്ച് വിവാഹം ചെയ്യാൻ ആദ്യം കൽപ്പന ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജ്യേഷ്ഠത്തെയും അനിയത്തെയും ഒരേ സമയത്ത് വിവാഹം ചെയ്യാം. പിന്നീട് തൗറാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിയമം ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പശുക്കുട്ടിയെ ആരാധിച്ചവരെ കൊല്ലാനായിരുന്നു ആദ്യമായി കൽപ്പന. അങ്ങനെ കുറേ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ അല്ലാഹു ആ നിയമം മാറ്റി അത് നിർത്തൽ ചെയ്തു. ഇങ്ങനെ മനുഷ്യർക്ക് ഗുണകരമായ നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ കൊണ്ടുവരും. ഈ കൊണ്ടുവന്ന കാര്യത്തെ എടുത്തിട്ട് ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നിയത് വിളിച്ചു പറയാണ്, ആരോ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ ചൊല്ലിപ്പറയാണ് എന്ന ആരോപണം പറഞ്ഞതിനെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. വഇദാ ബദ്ദൽനാ ആയത്തൻ മക്കാന ആയത്തിൻ, നാം ഒരായത്തിന് പകരം
ആ സ്ഥാനത്ത് മറ്റൊരു ആയത്ത് കൊണ്ടുവന്നാൽ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയാണ് വല്ലാഹു അഅലമു ബിമാ യുനസിൽ, അള്ളാഹ് അവതരിപ്പിച്ചതിനെ കുറിച്ച് കൃത്യമായി അള്ളാഹുവിന് അറിയാം. ഖാലു, അപ്പം അവർ പറയും ഇന്നമാ അൻത മുഫ്തർ, തീർച്ചയായും നീ കള്ളം കെട്ടിച്ചമച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബൽ അക്സറുഹും ലാ യഅലമൂൻ. എന്നിട്ട് അള്ളാഹു പറയുന്നു യഥാർത്ഥത്തിൽ എന്നാൽ അക്സറുഹും അവരിൽ ഭൂരിഭാഗം ആളുകളും ലാ യഅലമൂൻ അറിവില്ലാത്തവരാണ്, ഒന്നും അറിയാതെ സംസാരിക്കുകയാണ് അർത്ഥം. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു ഖുൽ, നീ പറയുക, നസ്സലഹു, ഈ ഖുർആനിനെ ഇറക്കിയത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് റൂഹുൽ ഖുദുസി, പരിശുദ്ധാത്മാവാണ്. ഇവിടെ റൂഹുൽ ഖുദുസ് എന്നതിന് ആരെക്കുറിച്ചാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ചാണ് ആ പ്രയോഗം. എന്ന് പറഞ്ഞാൽ വഹയ്യ് കൊണ്ടുവന്നിരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആ റൂഹുൽ ഖുദുസ് എന്ന് പേര് വരാൻ തന്നെ കാരണം അത് അദ്ദേഹം കൊണ്ടുവരുന്നത് ഇന്നഹു യൻസിലു ബിൽ ഖുദുസി, ഏറ്റവും പരിശുദ്ധമായ കാര്യങ്ങളുമായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. ബിമാ യുതഹിറു ബിഹി നുഫൂസന, നമ്മുടെ ആത്മാവുകളെ ശുദ്ധീകരിക്കുന്ന, എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ആത്മാവുകളെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങളാണ് ഈ വഹിയിലൂടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് റൂഹുൽ ഖുദുസ്, പരിശുദ്ധാത്മാവ് എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ മുഹമ്മദ് നബിയോട് ഈ ഇങ്ങനെ ആരോപണം പറയുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ പറയാണ്, നിങ്ങൾ വിചാരിച്ച പോലെ അല്ല, നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെയല്ല കാര്യം. നസ്സലഹു റൂഹുൽ ഖുദുസി മിർ റബ്ബിക ബിൽ ഹഖ്, നസ്സലഹു റൂഹുൽ ഖുദുസ്, പരിശുദ്ധാത്മാവാണ് ഇത് ഇറക്കി കൊണ്ടുവന്നത്. മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്ന്, ബിൽ ഹഖി, സത്യവുമായി, എന്ന് പറഞ്ഞാൽ അതിലൊരു സംശയവുമില്ല. വബിൽ ഹഖി നസൽ വബിൽ ഹഖി അൻസൽ, സത്യവുമായിട്ടാണ് അദ്ദേഹം ഇറങ്ങി വന്നത്, സത്യവുമാണ് അദ്ദേഹം അവതരിപ്പിച്ചതും. അതാണ് വിശുദ്ധ ഖുർആൻ, അതിലൊരു സംശയവും വേണ്ട. എന്തിനാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്? ലിയുസബ്ബിതല്ലദീന ആമനു, ലിയുസബ്ബിത, ഉറപ്പിച്ചു നിർത്താൻ. സബ്ബത, അതിനാണ് നമ്മൾ തസ്ബീത്ത്, ഒരാൾ മറവ് ചെയ്യപ്പെട്ടാൽ ആ ഖബറിൻ്റെ അരികിൽ വെച്ച് തസ്ബീത്ത് നിർവഹിക്കണം. തസ്ബീത്ത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചൊല്ലി വരുന്ന 4 വാചകങ്ങളൊന്നും വേണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് മറവ് ചെയ്ത് അവിടെ ഒരുമിച്ച് കൂടിയവരോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂലി അഖീക്കും വസലൂ ലഹു തസ്ബീത്ത്, നിങ്ങൾ ഈ മരണപ്പെട്ട, ഇപ്പോൾ നിങ്ങൾ മറവ് ചെയ്ത ഈ വ്യക്തിക്ക് വേണ്ടി ഇസ്തഗ്ഫിറൂ, നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടുക. വസലൂ ലഹു തസ്ബീത്ത്, അദ്ദേഹത്തിന് വേണ്ടി സബാത്തിനെ ചോദിക്കുക. ചോദ്യ സമയത്ത് ഉറച്ചു നിൽക്കാനുള്ള ധൈര്യത്തിനുള്ള ആ സബാത്തിനെ ചോദിക്കുക. അപ്പോൾ ശരിക്ക് അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ സബ്ബിത്തുഹു എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. എല്ലാവരും ഒരേ ശൈലിയിൽ നിന്നിട്ട് ഒരേപോലെ തുടങ്ങി അവസാനിപ്പിക്കണം. ആ നിൽക്കണ ഓരോരുത്തരും എന്ത് ചെയ്യുക? ആത്മാർത്ഥമായി അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ സബ്ബിത്തുഹു, അള്ളാഹുവേ ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണേ, ഈ വ്യക്തിയെ ചോദ്യസമയത്ത് നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആ 4 വരികളൊക്കെ സ്വഹാബത്തിൽ നിന്നൊന്നും വന്നതല്ല, പിന്നീട് ഇങ്ങനെ പിൽക്കാലത്ത് ഇങ്ങനെ ഉദ്ധരിച്ചു വന്ന് കൈമാറി വന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ അതൊരു പ്രാർത്ഥനയാണ്. ആ 2 കാര്യങ്ങളാണ് ഖബറാളിക്ക് വേണ്ടി കൊടുക്കേണ്ടത്. അതാണ് സബാത്ത്. ആ വാക്കാണ് ഇവിടെ ലിയുസബ്ബിത എന്ന് വന്നത്. ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യം ലിയുസബ്ബിതല്ലദീന ആമനു, സത്യവിശ്വാസികളെ ഉറപ്പിച്ചു നിർത്താനാണ്. എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു സത്യവിശ്വാസിക്ക് മുറുകെ പിടിക്കാനുള്ളത് വിശുദ്ധ ഖുർആനാണ്. വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, ആരാണ് അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നത് അവൻ നേരായ മാർഗത്തിലേക്ക് നയിക്കപ്പെടും. അത് ഒരു ഉറപ്പുള്ള പിടിവള്ളിയാണ്. ലംഫിസ്വാമലഹ എന്ന് പറഞ്ഞില്ലേ, അതൊരിക്കലും അത് തകരൂല, അത് അറ്റുപോകാത്ത ഒരു പിടിവള്ളിയാണ് വിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബ്ശിറു ഫഇന്ന ഹാദൽ ഖുർആന തർഫുഹു ബിയദില്ലാ വതർഫുഹു ബിഐദീകും,
നിങ്ങൾ സന്തോഷിക്കുക. ഈ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഒരറ്റം അള്ളാഹുവിൻ്റെ അടുത്തും ഒരറ്റം നിങ്ങളുടെ അടുത്തുമാണ്. അതുകൊണ്ട് ആരാണ് ഇതിനെ മുറുകെ പിടിക്കുന്നത് അവർ നശിക്കൂല, അവർ വഴിതെറ്റൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ ഉൽ ഹമ്മി വൽ ഹസൻ, മനോവിഷമത്തിലകപ്പെട്ട ഒരാൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. ഒരല്പം ദീർഘമാണെങ്കിലും നമ്മൾക്ക് ഉണ്ടാകുന്ന മനോവിഷമ സമയത്ത് ആ പ്രാർത്ഥന വളരെ ഉപകരിക്കും. അല്ലാഹുമ്മ ഇന്നി അബ്ദുക് വബ്നു അബ്ദിക് വബ്നു അമതിക് നാസിയതി ബിയദിക് മാലിൻ ഫിയ ഹുക്മുക് അദ്ലുൻ ഫിയ ഖലാഉക് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക് ഔ അൻസൽതഹു അഹദം മിൻ ഖൽഖിക് എന്നിങ്ങനെ പറഞ്ഞിട്ട് വിശുദ്ധ അള്ളാഹുവിനെ ആദ്യം മഹത്വപ്പെടുത്താണ് പ്രാർത്ഥന. അല്ലാഹുമ്മ അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക, ഞാൻ നിൻ്റെ ഒരു അടിമയാണ്, നിൻ്റെ അടിമൻ്റെ മോനാണ്, നിൻ്റെ അടിയാത്തിയുടെ മോനാണ്. നാസുയത്തി ബേദിക്ക, എൻ്റെ മൂർധാവ് അല്ലെങ്കിൽ എൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ നിൻ്റെ അരികിലാണ്. മാലിൻ ഫിയ ഹുക്കുമുക്ക അദുലുൻ ഫിയ ഖലാഉക, നീ എന്ത് വിധിച്ചാലും എന്നിൽ നീ എന്ത് വിധിച്ചാലും അത് നീതിയാണ്. നിൻ്റെ വിധി എന്നിൽ അത് നീതിയോടെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, നിനക്ക് എത്ര നാമങ്ങളുണ്ടോ ആ നാമങ്ങൾ വെച്ച് ആ നാമങ്ങൾ കൊണ്ട് ഞാൻ എന്നോട് ചോദിക്കുന്നു. ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക, ആ നാമങ്ങൾ എന്ന് പറഞ്ഞാൽ നീ നിനക്കിട്ട നാമങ്ങളാണ്, നീ നിൻ്റെ മനുഷ്യരെ പഠിപ്പിച്ച നാമങ്ങൾ, നിൻ്റെ കിതാബിൽ അവതരിപ്പിച്ച നാമങ്ങൾ. ഇനി അവിസ്തഅ്തർത ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, നിൻ്റെ അടുത്ത് ആർക്കും പറഞ്ഞു കൊടുക്കാതെ നീ വാത്തുവച്ച എത്ര നാമങ്ങളുണ്ടോ അതൊക്കെ വെച്ച് ഞാൻ ചോദിക്കുന്നു. എന്നിട്ട് ആ പ്രാർത്ഥന അവസാനം കാണാം, അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സ്വദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. വിശുദ്ധ ഖുർആൻ നമുക്ക് എന്താകണം എന്നതാണ് ആ പ്രാർത്ഥനയുടെ അവസാനം. അൻ തജ്അലൽ ഖുർആൻ, ഖുർആനിനെ അല്ലാഹുവിനെ എനിക്ക് ആക്കണമേ. റബീഅ ഖൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണേ. വനൂറ സ്വദ്രി, എൻ്റെ ഹൃദയത്തിന് വെളിച്ചമാക്കണമേ. വദഹാബ ഹമ്മി, എൻ്റെ മനോവിഷമങ്ങളും നീക്കുന്നതാക്കണേ. വജലാ ഹുസ്നി, എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്നതാക്കണേ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവൻ അവലംബിക്കാനുള്ളത് വിശുദ്ധ ഖുർആനാണ്. ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഈ പ്രാർത്ഥന ഞങ്ങളൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ള പറഞ്ഞത് ഇത് കേട്ടവരൊക്കെ പഠിക്കണം എന്നാണ്. ചില പ്രാർത്ഥനകളെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞ പ്രത്യേകതയിൽ ഒന്നതാണ് ഈ പ്രാർത്ഥന ഒരാൾ എവിടെ വെച്ച് കേട്ടോ അവനത് പഠിക്കണം. നമ്മളെന്ത് ചെയ്യണം? അത് പഠിക്കണം. മനോവിഷമ സമയത്ത് ഈ പ്രാർത്ഥന നിർവഹിച്ചാൽ അള്ളാഹു അവൻ്റെ വിഷമം മാറ്റി സമാധാനം ഇട്ടുകൊടുക്കുന്നതാണ്. അതാണ് ദുആ ഉൽ ഹമ്മി വൽ ഹസൻ. ഞാൻ ഇവിടെ പറയാൻ കാരണം, വിശുദ്ധ ഖുർആനിനെതിരിൽ ആരോപണങ്ങൾ ഉന്നയിച്ച സത്യനിഷേധികളോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ആവശ്യപ്പെട്ടത് ഇത് താങ്കളുടെ റബ്ബിൽ നിന്ന് സത്യമായി അവതരിച്ച വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ്റെ ലക്ഷ്യം ലിയുസബ്ബിതല്ലദീന ആമനു, അത് വിശ്വാസികൾക്ക് സബാത്തനാണ്, ഉറപ്പിച്ചു നിർത്താനാണ്. വഹുദ, അതോടൊപ്പം അതവർക്ക് വഴികാട്ടിയാണ്, സന്മാർഗമാണ്. വബുഷ്റ, അവർക്ക് സന്തോഷമാണ്. ലിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ജീവിതം സമർപ്പിച്ചവർക്ക്. അവിടെ മുസ്ലിം എന്ന് പറഞ്ഞാൽ കേവലം മുസ്ലിം നാമധാരികൾ എന്ന അർത്ഥത്തിലല്ല, ശരിയായ ഇസ്ലാമിൻ്റെ വഴിയിൽ പ്രവേശിച്ച് ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിച്ചവർക്ക് ഈ വിശുദ്ധ ഖുർആൻ ബുഷ്റ, അത് സന്തോഷമാണ്. വഹുദ, അത് സന്മാർഗമാണ്, അത് സബാത്തുമാണ്. വിശുദ്ധ ഖുർആനിൽ 10-ലേറെ ഇതുപോലുള്ള വിശേഷണങ്ങൾ കാണും. ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യുക എന്നർത്ഥത്തിൽ. ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നത്. ബയ്യിനത്ത്, വ്യക്തമായ തെളിവ്. മൗഇലത്ത്, ഉപദേശം. നൂറ്, വെളിച്ചം. ബുർഹാൻ, പ്രമാണം, രേഖ. തദ്കിറ, ഉണർത്തൽ. റഹ്മത്ത്, കാരുണ്യം.
ഇങ്ങനെ 10-ലേറെ വിശേഷണങ്ങളാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഒരാൾക്ക് അത് ഖുർആനാകണം എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ ഖുർആനാകണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണും, ഇന്നീല അക്റഹു അൻ യമുറ അലയ്യ യൗമുൻ ലാ അൻളുറു ഫിൽ മുസ്ഹഫ്. മുസ്ഹഫിൽ നോക്കാത്ത ഒരു ദിവസം എന്നിലൂടെ കടന്നു പോകുന്നത് ഞാൻ വെറുക്കുന്നു എന്നാണ്. മുസ്ഹഫ് കാണാത്തൊരു ദിവസം എന്നിലൂടെ കഴിഞ്ഞു പോകുക എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പറഞ്ഞ അദ്ദേഹം ഖുർആനുമായി എത്രത്തോളം ബന്ധപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് ദിവസങ്ങളോളം വളഞ്ഞ് അവസാനം അദ്ദേഹത്തെ പിടിച്ച് ശിക്ഷിച്ച് കൊല്ലുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മടിത്തട്ടിൽ ഖുർആൻ മറിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്നാൽ ആ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ശത്രുക്കൾ പിടിച്ച് മർദ്ദിച്ച് പിന്നെ കൊല്ലുകളയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണ ഗ്രന്ഥമാവണം. നമുക്ക് എല്ലാറ്റിനും തെളിവായി വിശുദ്ധ ഖുർആനും അതിൻ്റെ വിവരണമായ സുന്നത്തും കൂടെ ഉണ്ടാകണം. അങ്ങനെ അത് ഉപദേശകനായി മാറുന്നു, ഒരു വെളിച്ചമായി മാറുന്നു. ഇങ്ങനെ വിശുദ്ധ ഖുർആനുമായുള്ള ആ ബന്ധം നമ്മൾ നിലനിർത്തുക. കാരണം അള്ളാഹുവിൻ്റെ കലാമാണ്. ആ കലാമുമായി നല്ല ടച്ച്. ഖബറിൽ ഒരു സത്യവിശ്വാസി മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരമായി തന്നെ പറയുന്നത് എന്താ? ഖറഅതു കിതാബല്ലാ ആമൻതു ബിഹി വസദ്ദഖ്തു. ഞാൻ അള്ളാഹിൻ്റെ കിതാബ് പഠിച്ചിട്ടുണ്ട്, അതിൽ പറഞ്ഞതൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്, സത്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളും എത്തിപ്പെടണം എന്നർത്ഥം. ഇനി നോക്ക്, വലഖദ് നഅലമു. അള്ള പറയാം, അതിന് തുടർന്നേനെ വരുന്നത് വലഖദ് നഅലമു, തീർച്ചയായും നാം അറിഞ്ഞിട്ടുണ്ട്. അള്ള പറയാൻ നമുക്കറിയാം, അന്നഹും അവർ, തീർച്ചയായും അവർ, യഖൂലൂന അവർ പറയുന്നു. എന്താ പറയുന്നത്? ഇന്നമാ യുഅല്ലിമുഹു ബശറുൻ. ഇന്നമാ യുഅല്ലിമുഹു, തീർച്ചയായും അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത് ബശറുൻ, ഒരു മനുഷ്യനാണ്. എന്നാൽ മുഹമ്മദ് നബിക്ക് ഏതോ ഒരാൾ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് മുഹമ്മദ് നബി ഇങ്ങനെ ഉദ്ധരിക്കുകയാണ്. അള്ളാഹിൻ്റെ കലാമിനെ കുറിച്ച് ആ ശത്രുക്കൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ്. ഇതിങ്ങനെ പറയാൻ കാരണം ഇവിടെ ഒരു ബഷർ എന്ന് പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ് എന്ന് അവർ പറയുന്നത് നാം അറിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പൂർവ്വവേദങ്ങളെക്കുറിച്ച് കുറച്ചൊക്കെ വിവരമുള്ള ഒരു റോമൻ അടിമ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഈ വിശുദ്ധ ഖുർആൻ എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ റസൂലുള്ളാഹിനെ നിരീക്ഷിച്ച് ആ നിരീക്ഷണത്തിലൂടെ എങ്ങനെയൊക്കെ റസൂലുള്ളാഹിനെ വിമർശിക്കാം, റസൂലുള്ളാഹിക്ക് എതിര് നിൽക്കാം എന്നാണ് ശത്രുക്കൾ എന്നും അതിന് ശ്രമിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇത്. അദ്ദേഹത്തിനൊരു ബഷർ, ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു റോമൻ അടിമ പറഞ്ഞു കൊടുക്കുകയാണ് എന്ന വിവരവും നമുക്കറിയാം. അള്ള പറയാണ് അതൊക്കെ എനിക്കറിയാം. എന്നിട്ട് അള്ള പറയുന്നു, ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി അഅ്ജമിയ്യുൻ. ലിസാൻ, ഭാഷ. ലിസാന് നാവ് എന്നർത്ഥമുണ്ട്, ലിസാന് ഭാഷ എന്നും പറയും. കാരണം നാവാണല്ലോ നമ്മുടെ സംസാരം. ലിസാനുല്ലദീ യുൽഹിദൂന, അവർ സൂചിപ്പിച്ച് പറയുന്ന. അൽഹദ യുൽഹിദു എന്ന് പറഞ്ഞാൽ നേരർത്ഥം ചായുക എന്നാണ്. ഖബറും ലഹദുമുണ്ട്. ഇപ്പോൾ മരുഭൂമിയിലൊക്കെ ഖബറല്ല, ലഹദാണ്. ലഹദ് പറഞ്ഞാൽ ഇങ്ങനെ ചെരിച്ചിട്ട് ഒരു മാളമായി കുത്തണിനാണ് ലഹദ് എന്ന് പറയാം. ആ വാക്കുന്നാണ് ഇത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യുൽഹിദൂന പറഞ്ഞാൽ അവരിങ്ങനെ പിന്നെ സൂചിപ്പിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ചെരിച്ചും വളച്ചും പറയുന്നത് എന്നർത്ഥത്തിലാണ്. ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി, ഒരു മനുഷ്യനിലേക്ക് ഒരു മനുഷ്യൻ പഠിപ്പിച്ചതാണെന്ന് പറയുന്നുണ്ടല്ലോ, അവരങ്ങനെ സൂചിപ്പിച്ച് പറയുന്ന ആ മനുഷ്യൻ്റെ ഭാഷ എന്നുള്ളത് അഅ്ജമിയാണ്. അഅ്ജമി എന്നാൽ അറബി അല്ലാത്ത, അറബി അജമി. അറബി സംസാരിക്കുന്ന ആൾ അജമി ആണ്. അപ്പോൾ നമ്മളൊക്കെ അജമിയാണ്, അനറബി എന്നാണ് അറബി ഭാഷ അല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർ ഏതൊരു മനുഷ്യനിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബിക്ക് അദ്ദേഹം ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് പറയുന്നത്. അദ്ദേഹം അഅ്ജമിയാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, വഹാദാ ലിസാനുൻ അറബിയ്യും മുബീൻ. എന്നാൽ ഇത്, ഈ വിശുദ്ധ ഖുർആനോ, ലിസാനുൻ അറബിയുൻ, അത് വ്യക്തമായ അറബിയുൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിലുമാണ്.
അപ്പോൾ വിശുദ്ധ ഖുർആനിനെതിരിൽ തിരിഞ്ഞവരെ പറ്റി അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരികയാണെന്ന് അർത്ഥം. ഈ ഇതിൽ നിന്ന് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദാ അലിംന അന്ന ഹാദൽ ഖുർആന തക്കല്ലമ ബിഹി റബ്ബുൽ ആലമീൻ. ഈ വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ അത് സംസാരിച്ചിട്ടുള്ളത് ലോകങ്ങളുടെ റബ്ബാണ്. അതുകൊണ്ട് ഔജബ ലനാ ദാലിക തഅളീമ ഹാദൽ ഖുർആനി വഹ്തിറാമിഹി. ലോകങ്ങളുടെ റബ്ബായ അള്ളാഹു സംസാരിച്ചതാണ് വിശുദ്ധ ഖുർആൻ എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മേൽ നിർബന്ധമാണ് തഅളീമ ഹാദൽ ഖുർആൻ വഹ്തിറാമിഹി, ഈ വിശുദ്ധ ഖുർആനിനെ അങ്ങേയറ്റം ആദരിക്കുക, ബഹുമാനിക്കുക. വംതിസാല മാ ജാഅ ഫീഹി മിനൽ അവാമിർ, ആ വിശുദ്ധ ഖുർആനിൽ വന്ന കൽപ്പനകളെ പരമാവധി പ്രയോഗവൽക്കരിക്കുക. വതർക മാ ഫീഹി മിനൽ മൻഹിയാത്തി വൽ മഹ്ദൂറാത്ത്, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നമ്മോട് വിലക്കിയിട്ടുണ്ട്, ആ വിലക്കിയത് നമ്മൾ ഉപേക്ഷിക്കുക. വതസ്ദീഖ മാ ജാഅ ഫീഹി മിനൽ അഖ്ബാരി അനില്ലാഹി തആല, അള്ളാഹുവിൽ നിന്ന് ഒട്ടേറെ വിവരങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അതുകൊണ്ട് അതിനെ സത്യപ്പെടുത്തുകയും വേണം. ഇതൊക്കെയാണ് വിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ ബാധ്യത എന്നർത്ഥം. ഇനി അടുത്തത്, ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിആയാത്തില്ലാഹ്, ഇന്നല്ലദീന തീർച്ചയായും, ലാ യുഅ്മിനൂന വിശ്വാസികളല്ല, വിശ്വസിക്കുന്നവരല്ല, എന്തിൽ? ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കാത്തവർ. ഇന്നല്ലദീന ഒരു കൂട്ടർ, ലാ യുഅ്മിനൂന അവർ വിശ്വസിക്കുന്നില്ല, ബി ആയാത്തില്ല അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നു, വിശുദ്ധ ഖുർആനിൽ ആയാത്ത് എന്ന് വന്നിട്ടുള്ളത് 4 അർത്ഥങ്ങളിലാണ്. ഒന്ന് വിശുദ്ധ ഖുർആൻ, തിൽക ആയാത്തുൽ കിതാബിൽ ഹക്കീം, അള്ളാഹിൻ്റെ കലാമിന് ആയത്ത്. രണ്ടാമത്തത് നബിമാരിലൂടെ അള്ളാഹു പ്രകടിപ്പിച്ച മുഅ്ജിസാത്തുകൾ, അത് ആയത്ത് എന്നാണ് ഖുർആനിൽ പ്രയോഗിച്ചത്. മൂന്നാമത്തത് കഴിഞ്ഞ കാല സമൂഹങ്ങളെ ശിക്ഷിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പറഞ്ഞപ്പോൾ ഇന്ന ഫീ ദാലിക ലആയ, അതിൽ വിശ്വസിക്കുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്, ആ നിലക്ക് ആയത്ത് പറഞ്ഞു. നാലാമത്തത് മനുഷ്യ ശരീരത്തിലും ഈ പ്രപഞ്ചത്തിലടക്കം ഒട്ടേറെ തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വരുത്തിയിട്ടുണ്ട്. വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, ഭൂമിയിൽ ദൃഢവിശ്വാസികൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളിലുമുണ്ട്. അതിനല്ല പ്രയോഗിച്ചത് ആയാത്ത് എന്നാണ്. ഇങ്ങനെ ഈ അർത്ഥത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയാത്തുകൾ അവതരിപ്പിക്കുന്നു. എന്തിനാണ് ആയത്തുകൾ അവതരിപ്പിക്കുന്നത്? മനുഷ്യർക്ക് തെളിവായി അള്ളാഹു ഉണ്ട്, അവൻ ഏകനാണ്, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ, അതുകൊണ്ട് അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നതിനുള്ള തെളിവായിട്ടാണ് അള്ളാഹു ആയാത്തുകൾ ഇറക്കുന്നത്. ഇവിടെ പറയുന്നത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽ വിശ്വസിക്കാത്തവർ ലാ യഹ്ദീഹിമുല്ലാ, അള്ളാഹ് അവരെ ഹിദായത്തിലാക്കൂല. ഒരാൾക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടത് അള്ളാഹ് ഇറക്കിയ ആയത്തുകളെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ അവനക്ക് കഴിയണം. ആ ഉൾക്കൊള്ളുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ അവന് മുഅ്മിനാകാൻ സാധിക്കുമെന്നതാണ്. സ്വഹാബികളിൽ ജാഹിലിയ കാലത്ത് കുറേ കാലം ജാഹിലിയത്തിലായി ജീവിക്കുകയും പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ് ലബീദ് ഇബ്നു റബീഅ. 100-ലേറെ വർഷങ്ങൾ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ട് പാടിയ, അദ്ദേഹം കവിയായിരുന്നു, പാടിയ വരികൾ കാണാൻ കഴിയും. അതിലൊന്നാണ് ഫയാ അജബൻ കൈഫ യുഅ്സൽ ഇലാഹു, എന്തൊരത്ഭുതമാണ് ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നു എന്നത്, എന്തൊരു അത്ഭുതമാണ്. എന്താ കാരണം? വഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു, ഏതൊരു കാര്യമെടുത്താലും അതിലൊരു ആയത്ത് കാണും, ഒരു ദൃഷ്ടാന്തം. എന്താണ് ആ ദൃഷ്ടാന്തം അറിയിക്കുന്നത്? തദുല്ലു അലാ അന്നഹു വാഹിദു, ആ ആയത്തൊക്കെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹു ഏകനാണ് എന്നതാണ്. വലില്ലാഹി ഫീ കുല്ലി തഹരീകത്തിൻ വ തസ്കീനത്തിൻ അബദൻ ഷാഹിദു, ഏതൊരനക്കത്തിലും ഓരോ ചലനത്തിലും അടക്കവും ഒതുക്കവുമായി സൃഷ്ടിജാലങ്ങൾ കഴിയുമ്പോൾ ആ സൃഷ്ടികളിലൊക്കെ അള്ളാഹുവിൻ്റെ ഒരു തെളിവ് ആളുകൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്.
പക്ഷെ ഇങ്ങനെയൊക്കെ തെളിവുകൾ ലഭിച്ചിട്ടും വിശ്വസിക്കാത്തവർക്ക് ഒരിക്കലും ഹിദായത്ത് കിട്ടൂല. അതുകൊണ്ടാണ് സൂറത്ത് ആലു ഇംറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റാൽ ആദ്യം സൂറത്തു ആലു ഇംറാനിലെ അവസാനത്തെ 10 ആയത്തുകൾ പാരായണം ചെയ്തിരുന്നതാണ്. അവിടെയാണ് അല്ലാഹ് പറഞ്ഞത്, പ്രപഞ്ചത്തിലെ സൃഷ്ടികളെക്കുറിച്ച് ചിന്തിച്ച് അവരെത്തിപ്പെടുക റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിന അദാബന്നാർ. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളെ നോക്കിക്കാണുന്ന യഥാവധി ചിന്തിക്കുന്ന ഒരാൾ പറഞ്ഞു പോകും, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, റബ്ബേ ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക് നീ പരമപരിശുദ്ധനാണ്, ഫഖിന അദാബന്നാർ നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ എന്നവർ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. സൂറത്ത് അറാഫിൽ കാണാം, സൂറത്ത് അൻഫാലിൽ എന്തിനാണ് അല്ലാഹ് ഈ ദൃഷ്ടാന്തങ്ങളും തെളിവുകളൊക്കെ അവതരിപ്പിക്കുന്നത്? ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിന വയഹ്യ മൻ ഹയ്യ അൻ ബയ്യിന. നശിക്കുന്നവൻ തെളിവ് കണ്ടിട്ട് നശിക്കാൻ, ജീവിക്കുന്നവൻ അവന് തെളിവ് ബോധ്യപ്പെട്ടിട്ട് ജീവിക്കാൻ. എന്നാൽ നശിക്കണ ഒരാളും തെളിവ് കണ്ടിട്ടാണോ നശിക്കുന്നത്, ജീവിക്കണ ഒരാളും അവൻ ജീവിക്കുന്നത് യഥാർത്ഥ തെളിവുകളിലൂടെയാണ് എന്നർത്ഥം. അപ്പോൾ നമുക്ക് അള്ളാൻ്റെ ആയത്തുകൾ ഹിദായത്താകണം. ഇവിടെ പറഞ്ഞത് ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബി ആയാത്തില്ല ലാ യഹ്ദീഹിമുല്ലാ. അള്ളാൻ്റെ ആയത്തുകളെ വിശ്വസിക്കാത്തവർക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുക്കൂല. വലഹും അദാബുൻ അലീം, അവർക്ക് കഠോരമായ ശിക്ഷയുമുണ്ട്. എന്നിട്ട് പറയാണ് ഇന്നമാ യഫ്തരിൽ കദിബ, ഇന്നമാ തീർച്ചയായും യഫ്തരിൽ കദിബ കള്ളം കെട്ടിച്ചമക്കുന്നവർ അവരാരാ? അല്ലദീന ലാ യുഅ്മിനൂന ബി ആയാത്തില്ലാ, അവർ അള്ളാഹുവിൻ്റെ ഈ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്തവരാണ്. അപ്പോൾ മുഹമ്മദ് നബിക്ക് ഈ ഖുർആൻ ആരോ പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റുപറയാണ് എന്ന് പറയുന്നവരും, ഈ ഖുർആൻ അവതരിപ്പിച്ച മുഹമ്മദ് നബി സാഹിറാണ്, കദ്ദാബാണ്, മജ്നൂനാണ് എന്ന് പറയുന്നവരും ഒക്കെ യഥാർത്ഥത്തിൽ അള്ളാൻ്റെ ആയത്തുകൾ വിശ്വസിക്കാത്തതുകൊണ്ടാണ് അത് പറയുന്നത് എന്നർത്ഥം. വ ഉലൈക ഹുമുൽ കാദിബൂൻ, അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ വ്യാജന്മാർ, കളവ് പറയുന്നവർ. മൻ കഫറ ബില്ലാഹ്, അല്ലാഹ് പറയാണ് മൻ ആരാണ്, കഫറ അവിശ്വസിക്കുന്നത്, ബില്ലാഹി അള്ളാഹുവിൽ, മിൻ ബഅദി ഈമാനിഹി എപ്പോൾ ഈമാൻ ലഭിച്ച ശേഷം. ഒരാൾ മുഅ്മിനായിട്ട് പിന്നെ കുഫറിലേക്ക് വരിക എന്നുള്ളത് അത് സംഭവിക്കാൻ പാടില്ല. ഒരു ഹദീസിലുണ്ടല്ലോ, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹി ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ അവനിൽ ഈമാനിൻ്റെ മാധുര്യമുണ്ടായതാണ്. ഒന്ന്, അള്ളാഹും റസൂലും അവന് ഏറ്റവും പ്രിയങ്കരനായി മാറുക. രണ്ടാമത്തത് വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ, ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാകാം, വേറെ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ല എന്നർത്ഥം. മൂന്നാമത്തത്, അള്ളാഹു ഒരാൾക്ക് കുഫറിൽ നിന്ന് ഈമാനിലേക്ക് അവനെ കൊണ്ടുവന്ന ശേഷം ആ കുഫറിലേക്ക് അവൻ പോകുന്നത് നരകത്തിൽ എറിയപ്പെടുന്നത് പോലെ വെറുക്കുക. ഈമാനും ഹിദായത്തൊക്കെ കിട്ടിയ ഒരാൾ പിന്നെ അത് നഷ്ടപ്പെടുക എന്നുള്ളത് അങ്ങേറ്റം പേടിക്കണം. പിന്നെ നരകത്തിൽ എറിയപ്പെടുന്നതിനെ പേടിക്കും പോലെ ഇനി ഞാൻ കുഫ്ർക്ക് പോകുന്നത് ഉണ്ടാകാൻ പാടില്ല എന്ന് അറിയാം. ഇവിടെ ഒരു പ്രത്യേകമായ സംഭവത്തിൻ്റെ ഒപ്പാണ് ഈ കാര്യം പറയുന്നത്. അതായത് ഈ ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പിന്നെ അമ്മാർ ഇബ്നു യാസിർ, സ്വഹാബികളിലെ ആദ്യകാല വിശ്വാസികളിൽപ്പെട്ട യാസിർ കുടുംബം, അതിൽപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ മുശ്രിക്കുകൾ പിടിച്ചുകൊണ്ടുപോയി. മുശ്രിക്കുകൾ പിടിച്ചിട്ട് വിട്ടില്ല. അവർ പറഞ്ഞു, നിന്നെ മര്യാദക്ക് വിടണമെന്നുണ്ടെങ്കിൽ നീ മുഹമ്മദ് നബിയെ ചീത്ത വിളിക്കണം എന്ന് പറഞ്ഞു. മുഹമ്മദ് നബിയെ ചീത്ത വിളിക്കും വേണം, ഞങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാരെക്കുറിച്ച് ഖൈറ് മാത്രമേ പറയാൻ പാടുള്ളൂ. അദ്ദേഹം അവരെ പീഡനം സഹിക്ക വയ്യാതായപ്പോൾ മുഹമ്മദ് നബിയെ ചീത്ത വിളിച്ചു. നിങ്ങളെ ലാത്തിയും ഉസ്സയും മനാത്തൊക്കെ അത് ഉത്തമാണ്, ഖൈറാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വരികയാണ്. റസൂലുള്ളാഹിനോട് ഈ സംഭവങ്ങൾ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവരെങ്ങനെ ചെയ്തപ്പോൾ നീ അങ്ങനെ പറഞ്ഞൂലേ? ആ പറഞ്ഞു. നിൻ്റെ
കൈഫ തജിദു ഖൽബുക്, റസൂലുള്ള ചോദിച്ചാണ്, ഇത് പറയുമ്പോൾ നിന്റെ മനസ്സ് എന്തായിരുന്നു? അപ്പം അദ്ദേഹം പറഞ്ഞു, മുത്മഇന്നം ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് എൻ്റെ മനസ്സ് സമാധാനമടഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സ് തട്ടി പറഞ്ഞതല്ല, അവരെ മർദ്ദനം സഹിക്കവയ്യാതായപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ആ സന്ദർഭത്തിലാണ് ഈ വചനം ഇറങ്ങുന്നതാണ്. മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി, ഈമാനിന് ശേഷം ഒരാൾ അള്ളാഹുവിൽ അവിശ്വസിക്കുന്നു, ഇല്ലാ മൻ, ഒരുത്തനൊഴികെ. ആരാണൊഴികെ? ഉക്രിഹ, അവൻ നിർബന്ധിക്കപ്പെട്ടു, വഖൽബുഹു, അവൻ്റെ ഹൃദയം മുത്മഇന്നും ബിൽ ഈമാൻ, അവൻ്റെ ഹൃദയം ഈമാൻ കൊണ്ട് മുത്മഇന്നാണ്, സമാധാനിച്ചിട്ടുണ്ട്. അത്തരം ആളുകൾക്ക് പ്രശ്നമില്ല. അതാണ് ഇപ്പോൾ അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നത്. വലാകിൻ, എന്നാൽ മൻ ശറഹ ബിൽ കുഫ്രി സദ്റൻ, ആരുടെയെങ്കിലും ഹൃദയം ശറഹ, അത് വിശാലമായിട്ടുണ്ട്, ബിൽ കുഫ്രി, സത്യനിഷേധം കൊണ്ട്, സദ്റൻ, അവൻ്റെ നെഞ്ച്, അവൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അത്തരത്തിലുള്ള കുഫറുണ്ട്. കുഫറിൻ്റെ വാക്കാണ് അവൻ നാവുകൊണ്ട് പറഞ്ഞത്, ആ കുഫർ ഉൾക്കൊണ്ട് തീർച്ചയായും പറഞ്ഞതാണ്. അങ്ങനെ വന്നാൽ ഫഅലൈഹി ഗളബും മിനല്ലാഹ്, അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങളുണ്ട്. വലഹും അദാബുൻ അലീം, അവർക്ക് വമ്പിച്ച ശിക്ഷയും അവർക്കുണ്ട്. അപ്പോൾ ഒരാൾ നിർബന്ധിക്കപ്പെട്ട നേരത്ത് ഏതെങ്കിലും ഒരു തെറ്റിന് വിധേയമായാൽ അള്ളാഹു ഒരിക്കലും അവനെന്ത് ചെയ്യൂല, അതിൻ്റെ പേരിൽ ശിക്ഷിക്കൂല. നിർബന്ധിക്കപ്പെട്ട് ഒരു ഹറാമ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു ഹറാമ് തിന്നേണ്ടി വന്നു, ഇതുപോലൊരു വാക്ക് ഉച്ചരിക്കേണ്ടി വന്നു, അവന് കുറ്റമല്ല. എന്നാൽ ഒരാൾ ഇത്തരം സന്ദർഭങ്ങളിലും അവൻ്റെ ഈമാനിൻ്റെ ശക്തി കൊണ്ട് ആ പീഡനം സഹിച്ചു, അതിൻ്റെ പേരിൽ അവൻ കൊല്ലപ്പെട്ടാലോ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദുമാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞല്ലോ, ദഖലന്നാറ റജുലുൻ ഫീ ദുബാബ്, ദഖലൽ ജന്നത റജുലുൻ ഫീ ദുബാബ്. ഒരു ഈച്ചയുടെ കാര്യത്തിൽ ഒരാൾ നരകത്തിൽ പ്രവേശിച്ചു, ഒരു ഈച്ചയുടെ കാര്യത്തിൽ ഒരാൾ സ്വർഗത്തിലും പ്രവേശിച്ചു. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ഇതെന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു രണ്ട് വിശ്വാസികൾ ഇങ്ങനെ ഒരു യാത്ര ചെയ്യാണ്. ഒരു യാത്രയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ സ്ഥലത്ത് പ്രത്യേക നിയമമുണ്ട്. ഒരു നാട് മുറിച്ച് അപ്പുറത്ത് നാട്ടിലേക്ക് കടക്കുകയാണ്. അവിടെ ആ നാട്ടുകാർ നാട്ടി വച്ചൊരു വിഗ്രഹമുണ്ട്. ആ വിഗ്രഹത്തിന് എന്തെങ്കിലും ബലി കൊടുക്കണം, ബലി കൊടുത്താലേ യാത്ര തുടരാൻ പറ്റുള്ളൂ. ഈ രണ്ട് വിശ്വാസികൾ യാത്ര ചെയ്ത് ആ സ്ഥലത്തെത്തി. അവർക്ക് ആ പ്രദേശം മുറിച്ച് കടക്കണം. ആ നാട്ടിലെ ആളുകൾ പറഞ്ഞു, ഇവിടേക്ക് എന്തെങ്കിലും ബലി കൊടുക്കണം എന്ന് പറഞ്ഞു. അവരാദ്യം പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു ഈച്ചനെ പിടിച്ചിട്ടെങ്കിലും ബലി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, ഈച്ചയെ പിടിച്ച് ബലി കൊടുത്തു. ഒരാൾ പറഞ്ഞു, അല്ലാഹുവല്ലാത്ത ഒരാൾക്കും ഒരു നിമിഷത്തിലും ഞാൻ ബലി കൊടുക്കൂലാർ. അപ്പോൾ ഈച്ചനെ ബലി അറുത്ത ആൾക്ക് എന്ത് ചെയ്തു, യാത്ര തുടരാൻ അനുവദിച്ചു. ആ ബലി കൊടുക്കൂല എന്ന് പറഞ്ഞ ആളെ അവർ കൊന്നും ചെയ്തു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ദഖലൻ നാറ റജുലുൻ ഫീ ദുബാബ്, ദഖലൽ ജന്നത റജുലുൻ ഫീ ദുബാബ്. ഇതും റസൂലുള്ള പഠിപ്പിച്ചത് തന്നെയാണ്. അപ്പോൾ ഒരാൾ തൻ്റെ ജീവൻ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹിൻ്റെ ഒരു ഇളവാണ്, ഒരു തെറ്റ് ചെയ്താൽ അള്ളാഹുവിൻ്റെ പേരിൽ അവൻ്റെ മനസ്സറിയുന്ന അള്ളാഹു അവനെ ശിക്ഷിക്കണം എന്നില്ല. അത്തരം സൂക്ഷിക്കണം. എന്നാൽ അതിലും ഒരു ഈമാനിൻ്റെ ശക്തി കൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവൻ ഷഹീദുമാണ്. ഇനി നോക്ക്, ഇനി ദാലിക ബി അന്നഹു മുസ്തഹബ്ബുൽ ഹയാത്തദ് ദുനിയ അലൽ ആഖിറ. ഈ ഇത് പറയുന്നത് രണ്ടാമത് പറഞ്ഞല്ലോ, വലാകിൻ മൻ ശറഹ ബിൽ കുഫ്രി സദ്റൻ എന്ന് പറഞ്ഞ ഒരാൾ ഹൃദയത്തിൽ കുഫറുണ്ട്, ആ കുഫർ തന്നെ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് എന്തുണ്ട്, അള്ളാഹിൻ്റെ കോപ്പുണ്ട്, അവരെ പറ്റി പറയാണ്. ദാലിക, അത്തരം ആളുകൾ, ബി അന്നഹും, അവർ, ഇസ്തഹബ്ബുൽ ഹയാത്തദ് ദുനിയ, അവർ ഐഹിക ജീവിതത്തെ ഇഷ്ടപ്പെട്ടവരാണ്, അലൽ ആഖിറ, പരലോകത്തേക്കാൾ. അതുകൊണ്ടാണ് അവരങ്ങനെ കുഫറിൻ്റെ വാക്ക് ഉച്ചരിക്കുന്നത്. വ അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, ലാ യഹ്ദി, ഹിദായത്തിലാക്കൂല, സന്മാർഗത്തിലാക്കൂല, അൽ ഖൗമൽ കാഫിരീൻ, സത്യനിഷേധികളായ ജനതയെ അള്ളാഹു ഒരിക്കലും ഹിദായത്തിലാക്കൂല. ഉലായികല്ലദീന, അത്തരം ആളുകൾ, ത്വബഅ അല്ലാഹ്,
അള്ളാഹ് മുദ്ര വച്ചിരിക്കുന്നു. തോബ എന്ന് പറയും, സീലിന് തോബ എന്ന് പറയും. തൊബ അള്ളാഹ് സീല് വച്ചിരിക്കുന്നു അലാ കുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലും, വസംഇഹിം, അവരുടെ കാതുകളിലും, വ അബ്സ്വാരിഹിം, അവരുടെ കണ്ണുകളിലും. എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് സത്യം ചിന്തിച്ച് മനസ്സിലാക്കാനോ, കാതുകൊണ്ട് സത്യം കേട്ട് മനസ്സിലാക്കാനോ, കണ്ണുകൊണ്ട് ആ സത്യത്തെ, യാഥാർത്ഥ്യത്തെ കണ്ടു മനസ്സിലാക്കാനോ ശ്രമിക്കാത്ത, അതിലൊക്കെ അന്ധന്മാരാണ് ഇത്തരം ആളുകൾ. അവർക്ക് അള്ളാഹു അത് കാരണം അള്ളാഹുയുടെ ഹൃദയങ്ങൾക്ക് സീല് വെച്ചു എന്ന് പറഞ്ഞാൽ, പിന്നെ ഹൃദയങ്ങൾക്ക് സീല് വെച്ചാൽ പിന്നെ ആ ഹൃദയത്തിൽ നിന്ന് നല്ലത് ചിന്തിക്കാൻ കഴിയൂല, ആ കാതുകൊണ്ട് നല്ലത് കേൾക്കാൻ കഴിയൂല, ആ കണ്ണുകൊണ്ട് നല്ലതിലേക്ക് നോക്കാനും അവന് കഴിയില്ല. അള്ളാഹുവിൽ നിന്ന് അങ്ങേയറ്റം അകലുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ. ഒരു ഹദീസിലുണ്ട്, ഒരാൾ 3 ജുമുഅ ബോധപൂർവം ഉപേക്ഷിച്ചാൽ, വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് വളരെ മഹത്വമുള്ള, ഒരുപാട് നന്മകൾ വാരിക്കൂട്ടാൻ അവസരമുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ച. കേവലം ഒരു ജുമുഅയിൽ പങ്കെടുക്കാനുള്ള മാത്രമല്ല, അത് വ്യാഴാഴ്ച മഗ്രിബ് മുതൽ വെള്ളിയാഴ്ച മഗ്രിബ് വരെ, അതാണ് ജുമുഅൻ്റെ സമയം. സൂറത്തുൽ കഹ്ഫ് ഈ സമയത്താണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. വെള്ളിയാഴ്ച പകൽ തന്നെ അവിടെ നിന്നില്ല. വ്യാഴാഴ്ച മഗ്രിബോട് കൂടി പിന്നെ വെള്ളിയാഴ്ച മഗ്രിബ് വരെ സമയത്തിനിടയിൽ നമ്മൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ മതി. അതുപോലെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക പറഞ്ഞാൽ ഈ സമയങ്ങളിലൊക്കെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, അല്ലാതെ വെള്ളിയാഴ്ചയുടെ പകൽ മാത്രമല്ല സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടത്. അതുപോലെ ഒരുപാട് പുണ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ ദിവസമാണ് വെള്ളിയാഴ്ച ഉള്ളത്. അതിലൊരാൾ, ഒരു വിശ്വാസം എന്ത് ചെയ്യണം? ഏറ്റവും ചുരുങ്ങിയത് ഇമാമു മിമ്പറിൽ കയറുന്നതിന് മുമ്പെങ്കിലും ജുമുഅക്ക് ഹാജരാകണം. ജുമുഅ നിർബന്ധമുള്ള ഒരാൾ, അതൊക്കെ നമ്മൾ ജുമുഅ ദിവസം ശ്രദ്ധിക്കണം. അപ്പോൾ ആ ജുമുഅയെ ആ നിലക്ക് മനസ്സിലാക്കാതെ 3 ജുമുഅ ഒരാൾ ഉപേക്ഷിച്ചാൽ, തുടർച്ചയായി 3 ജുമുഅ ഉപേക്ഷിച്ചാൽ തൊബ അല്ലാഹു അലാ കൽബിഹി, അവൻ്റെ ഹൃദയത്തിന് അള്ളാഹ് സീല് വെക്കുന്നതാണ്. അള്ളാഹ് ഒരാളുടെ ഹൃദയത്തിന് സീല് വെക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ തഖ്വ എന്നുള്ള ബോധം ഹൃദയത്തിൽ നിന്ന് വരില്ല. പരലോക ബോധം, അള്ളാഹിനെ കുറിച്ചുള്ള പേടി, ഭയം, അതൊക്കെ ഇല്ലാത്തൊരവസ്ഥയിൽ മനുഷ്യൻ ജീവിക്കണം. അതാണ് ഒരു മനുഷ്യൻ്റെ വലിയ പരാജയം എന്നത്. അപ്പോൾ ഉലൈകല്ലദീന തൊബ അല്ലാഹു അലാ ഖുലൂബിഹിം വസംഇഹിം വ അബ്സ്വാരിഹിം, അള്ളാഹു അത്തരക്കാരുടെ ഹൃദയങ്ങൾക്കും കാതിനും കണ്ണിനുമൊക്കെ സീല് വെക്കും. വ ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവരാണ് അശ്രദ്ധർ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ മറന്ന് ജീവിക്കാൻ കാരണമാകുന്നതാണ് ഇത് എന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കുക, അവൻ്റെ മാർഗത്തിൽ നിലകൊള്ളുക, അവൻ നമുക്ക് നൽകിയിട്ടുള്ള ഹിദായത്ത് അത് സ്ഥിരമായി നമ്മിലുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഉണ്ടല്ലോ, അല്ലാഹുമ്മ അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അള്ളാഹുവേ, ഹിദായത്ത്, സന്മാർഗം, തഖ്വ എന്ന ബോധം, അതുപോലെ അഫാഫ് ജീവിത വിശുദ്ധി, ഗിന മനസ്സമാധാനം ഞാൻ നിന്നോട് ചോദിക്കുന്നു. അബൂദർദാ റളിയല്ലാഹു അൻഹു പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ദായിമൻ വ ഇൽമൻ നാഫിഅൻ വ ഹദിയൻ ഖയ്യിമൻ. അള്ളാഹുവേ, നിലനിൽക്കുന്ന ഈമാൻ നഷ്ടപ്പെടാതെ നിലനിൽക്കുക, അതുപോലെ പ്രയോജനപ്പെടുന്ന അറിവ്, ഹദിയൻ ഖയ്യിമൻ, നേരായ സന്മാർഗം നീ എനിക്ക് നൽകണേ. ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥന, അതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ പഠനം, വിശുദ്ധ ഖുർആനെക്കുറിച്ചുള്ള ചിന്ത, ഇതൊക്കെ നമുക്ക് ഈമാൻ നിലനിൽക്കാൻ കാരണമാകുന്നതാണ്. ഈ ഈമാനാണ് പോയാൽ പിന്നെ നമ്മുടെ ഹൃദയങ്ങൾക്കും കണ്ണിനും കാതിനൊക്കെ അള്ളാഹു സീല് വെക്കുന്ന ആ അവസ്ഥ വരികയാണെന്നർത്ഥം. വ ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവരാണ് അശ്രദ്ധർ. ലാ ജറമ, സംശയമില്ല, ലാ റൈബ, ലാ ശക്ക എന്നാ പ്രയോഗമാണ്. ലാ ജറമ, ഒരു സംശയവുമില്ല. അന്നഹും ഫിൽ ആഖിറതി, അത്തരക്കാർ നാളെ പരലോകത്ത് ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടം പറ്റിയവർ, പരാജിതർ. ഖസിറ ദുന്യവൽ ആഖിറ എന്നൊക്കെ പറഞ്ഞല്ലോ, അതാണ് യഥാർത്ഥ പരാജയം. ദുന്യാവിൽ ഒരാൾ എത്ര പരീക്ഷിക്കപ്പെട്ടാലും, അവൻ ഏത് പ്രതിസന്ധി ജീവിതത്തിൽ നേടിയാലും, ഒരാൾ പരലോകത്ത് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ദുന്യാവിലെ ആ പ്രതിസന്ധിയോ പരീക്ഷണങ്ങളോ ഒന്നുമല്ല. എന്നാൽ ദുന്യാവിലെല്ലാം നേടി
പരലോകത്തൊന്നുമില്ലാത്ത അവസ്ഥ വരിക. ഒരു ഹദീത്തിൽ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീത്തിൽ, ഇന്നഹു ലയഅതി റജുലു സമീനുൽ അലീമു യൗമൽ ഖിയാമ, ദുനിയാവിൽ തടിച്ചു കൊഴുത്ത മഹാനായ അങ്ങനെ കഴിഞ്ഞുകൂടുന്നൊരു ആൾ പരലോകത്ത് വരുന്നു. ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊല, ഒരു കൊതുകിൻ്റെ ചിറകിനുള്ള തൂക്കം പോലും അള്ളാഹ് ആ മനുഷ്യന് പരലോകത്ത് കൊടുക്കണില്ല. എന്ന് പറഞ്ഞാൽ കേവലം ഐഹികമായി മാത്രം ജീവിച്ചു, ദുന്യാവിൽ അതിപ്രശസ്തനായി, പക്ഷെ അള്ളാൻ്റെ അടുക്കൽ പ്രശസ്തി കിട്ടാൻ, അള്ളാൻ്റെ അടുക്കൽ ആദരവ് കിട്ടാൻ ഒന്നും അയാളുണ്ടായില്ല. അതാണ് യഥാർത്ഥ പരാജയനർത്ഥം. ശേഷം ഇവിടെ ഒരായത്തും കൂടെ നമ്മൾ ഓതി വെച്ച്, സുമ്മ ഇന്ന റബ്ബക, സുമ്മ പിന്നെ, ഇന്ന റബ്ബക തീർച്ചയായും നിന്റെ റബ്ബ്, ലില്ലദീന ഹാജറു ഹിജറ പോയ ആളുകളോട്. എങ്ങനെ ഹിജറ പോയവർ? മിൻ ബഅദി മാ ഫുത്തിനു, പരീക്ഷണങ്ങൾക്ക് വിധേയരായ ശേഷം, ഫതന ഇതാണ് ഫിത്ന, പരീക്ഷിക്കപ്പെട്ട് അള്ളാൻ്റെ മാർഗത്തിൽ ഏറെ പ്രയാസങ്ങൾ സഹിക്കുകയും അങ്ങനെ ഹിജറ പോകുകയും ചെയ്തവരാരോ? എന്നിട്ട് സുമ്മ ജാഹദു, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ മുഴുകി, വസ്വബറു, അവരങ്ങേയറ്റം ക്ഷമിക്കുകയും ചെയ്തു. അത്തരക്കാർ, ഇന്ന റബ്ബക തീർച്ചയായും നിന്റെ റബ്ബ്, മിൻ ബഅദിഹാ അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവരാ പരീക്ഷിക്കപ്പെട്ട് അങ്ങകലെ പ്രയാസങ്ങൾ സഹിച്ച് പിന്നീട് ജിഹാദിലും സബറിലുമായി കഴിഞ്ഞുകൂടിയ ശേഷം അല്ലാഹ് അവരോട് ല ഗഫൂറുർ റഹീം, അവരുടെ പാപങ്ങൾ, അവരിൽ വന്ന വീഴ്ചകൾ പുറത്തു കൊടുക്കുന്നവരും, റഹീമുൻ അള്ളാഹു അങ്ങേയറ്റം കരുണ കാണിക്കുന്നവരുമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ദർസിൽ നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയാം. ആ വിശുദ്ധ ഖുർആനായിരിക്കണം നമ്മുടെ വെളിച്ചം, അന്ധകാരത്തിൽ നിന്ന് നമ്മെ കരകയറ്റുന്നത്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് സമാധാനം ലഭിക്കാൻ കാരണമാകുന്നതൊക്കെ വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനിനെ മഹത്വപ്പെടുത്തുക, അത് പഠിക്കുക, അത് കൂടുതൽ പാരായണം ചെയ്യുന്നവരായി നമ്മൾ മാറുക. അതോടൊപ്പം രണ്ടാമത്തൊരു കാര്യം, കുഫറിന് നിമിത്തമാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുക. ശരിയായ ഈമാൻ നേടി ആ ഈമാൻ നല്ല വർധനവോടെ, അൽ ഈമാനു യസീദു വയൻഖുസ് എന്നാണ്, ഈമാന് അത് വർദ്ധിക്കുകയും ചെയ്യും, ഈമാൻ ഇങ്ങനെ കുറയുകയും ചെയ്യും. ഒരു ഹദീത്തിൽ കാണാം, ഇന്നൽ ഈമാന ല യഖ്ലഖു ഫീ ജൗഫി അഹദിക്കും കമാ യഖ്ലഖു സൗബ്, നിങ്ങൾ ധരിച്ച വസ്ത്രം നുരുമ്പി ഇല്ലാതാകുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ ദുർബലപ്പെടും. ഫജദ്ദിദു ഈമാനക്കും, നിങ്ങൾ ആ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ പ്രഖ്യാപനം, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, പഠനം ഒക്കെ ഈമാനെ പുതുക്കുന്നതാണ്. ആ പുതുക്കുക, അങ്ങനെ ഈമാൻ നഷ്ടപ്പെടാതെ കുഫർ ഒരിക്കലും കുഫറിൻ്റെ വാക്കുകളോ ചെയ്തികളോ വരാതിരിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന പാഠം. അള്ളാഹു അവൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.